പരിശുദ്ധ കന്യകാമറിയത്തിന് മംഗളവാർത്ത ലഭിക്കുന്ന സംഭവമാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. വചനത്തിൻ്റെ ആരംഭം ഇങ്ങനെയാണ്: 6-ാം മാസം എന്ന് പറഞ്ഞുകൊണ്ട്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ വന്നു എന്നുള്ളത്. ഈ 6-ാം മാസം എന്ന് സൂചിപ്പിക്കുന്നത് സഖറിയായിക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സംഭവമാണ് അതിക്ക് മുമ്പ് വിവരിക്കുക. സ്വാഭാവികമായിട്ടും 6-ാം മാസം എന്ന് പറയുന്നത് സഖറിയായിക്ക് മാലാഖ പ്രത്യക്ഷപ്പെട്ടതിൻ്റെയാണ്. ഒപ്പം സ്നാപക യോഹന്നാൻ ഉദരത്തിൽ 6 മാസമായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ പൊരുൾ. ഇവിടെ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് മറിയത്തോട് പറയുന്ന വാക്കുകൾ, അഭിവാദനം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവങ്ങളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. അതിൻ്റെ വിശദീകരണമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിവാദനമെന്ന് മറിയം ചിന്തിച്ചപ്പോൾ അതിൻ്റെ വിശദീകരണമായി ദൂതൻ പറയുകയാണ്: നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ക്രിസ്തു ശിക്ഷൻ്റെ ഒരടിസ്ഥാന ഭാവമെന്ന് പറയുന്നത് ദൈവത്തിൽ കൃപ കണ്ടെത്തുക എന്നുള്ളതാണ്. കണ്ടെത്താനായിട്ട് ഒരുപാട് താല്പര്യമുള്ളവരാണ് നമ്മൾ. അപ്പുറത്തും ഇപ്പുറത്തുള്ളവരുടെയൊക്കെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക, അതുപോലെ തന്നെ ചില പോരായ്മകൾ കണ്ടെത്തുക, ചില രഹസ്യകാര്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുക, ചില കുനിഷ്ടുകൾ കണ്ടെത്തി തിരുത്തുക. ഇതിലൊക്കെ വലിയ ആവേശമുള്ളവരാണ് നമ്മൾ. ഏതെങ്കിലും ഒരു കാര്യം മറച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തെന്ന് കണ്ടെത്താനായിട്ടുള്ള പ്രവണത കൂടുതലാണ്. അതുകൊണ്ടാണ് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ പലവട്ടം നമ്മൾ പൊതിഞ്ഞു വയ്ക്കുക. കാരണം മേടിക്കുന്നവൻ്റെ ഒരാകാംക്ഷയുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന്. ആകാംക്ഷയെ നമ്മൾ മനഃപൂർവ്വം കച്ചവട വസ്തുവാക്കി മാറ്റുകയും അങ്ങനെ പൊതിഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ ഈ സ്വീകരിക്കുന്നവന് വലിയ ആകാംക്ഷ ഉണ്ടാകും. അത് വലിയ ഹരമായിട്ട് മാറും. അതിൻ്റെ അകത്ത് നമുക്കൊരു ഹരം. അപ്പോൾ ഈ കണ്ടെത്താനായിട്ടുള്ള വെപ്രാളം നമുക്ക് കൂടുതലാണ്. പക്ഷെ മറിയവും ഞാനും വ്യത്യസ്തരാകുന്നത് നമ്മൾ അപരനിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനായിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ പൊഴുത്തി കാണിക്കാനൊക്കെയായിട്ടാണ് നമുക്ക് വെപ്രാളമെങ്കിൽ ദൈവത്തിൽ എന്ത് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ദൈവത്തെ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായിട്ട് ദൈവത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇതൊരു വാഴ്ജന്മമാകും എന്ന് സാരം. മറിയത്തിൻ്റെ ശ്രേഷ്ഠത, നമ്മൾ മറിയത്തെ വലിയ കാര്യമായിട്ടൊക്കെ പറയുമ്പോൾ മറിയത്തിൻ്റെ ശ്രേഷ്ഠത എന്തെന്ന് ചോദിച്ചാൽ ഈ ദൈവത്തിൽ കൃപ കണ്ടെത്തി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപയ്ക്കനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പിന്തിരിഞ്ഞ് നോക്കാതെ പോകാൻ പറ്റുന്നത് ഈ ദൈവത്തിൽ കൃപ കണ്ടെത്തിയവർക്ക് മാത്രമാണ്. എൻ്റെ ജീവിത പങ്കാളിയിലാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് നിരാശയ്ക്കും ദുഃഖത്തിനും കാരണമാകും പലപ്പോഴും. അതിലുപരി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ നാശവുമായിരിക്കും. എൻ്റെ മക്കളിലാണ് ഞാനെല്ലാം കണ്ടെത്തിയിട്ടുള്ളതെങ്കിൽ പ്രായമാകുമ്പോൾ പരിതപിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും വിലപിച്ചുകൊണ്ടുമൊക്കെ നടക്കേണ്ടി വരും. എൻ്റെ മക്കൾ നോക്കുന്നില്ല, എനിക്ക് സ്നേഹം തരുന്നില്ല, ഭക്ഷണം തരുന്നില്ല, ശുശ്രൂഷ തരുന്നില്ല. എവിടെയാണ് നീ കണ്ടെത്തിയിട്ടുള്ളത്? നിൻ്റെ ജീവിതത്തിൻ്റെ നങ്കൂരത്തെ എവിടെയാണ് വെച്ചിട്ടുള്ളത്? നിൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും അർപ്പിച്ചിട്ടുള്ളത് എവിടെയാണ്? അതിൻ്റെ ഉറപ്പനുസരിച്ചിരിക്കും നിൻ്റെ ജീവിതത്തിൻ്റെ ഉറപ്പ്.
മറിയത്തിൻ്റെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്നതിനേക്കാൾ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയതാണ്. വിവാഹിതയാകുന്നതിന് മുമ്പ് ഗർഭിണിയായി എന്നതിൻ്റെ അപമാനം എത്രത്തോളം രൂക്ഷമാണ് എന്ന് ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം. ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ പോലും ധാർമ്മികതയ്ക്ക് വലിയ വില കൊടുക്കാത്ത ഈ കാലത്ത് പോലും അതൊരു അപമാനമാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യാഥാസ്ഥിക സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളിൽ അതെത്രത്തോളം അപമാനമായിരുന്നു എന്ന് നമ്മൾ ഊഹിച്ചെടുക്കേണ്ടത്. എന്നിട്ടും അവള് ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൽ കൃപ കണ്ടെത്തിയത് കൊണ്ടാണ് പതറാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് വലിയൊരു ദാമ്പത്യ ജീവിതത്തിൽ മക്കളില്ലാതിരുന്ന സാഹചര്യത്തിൽ അതൊരു വലിയ അനുഗ്രഹമായി സ്വീകരിക്കപ്പെടേണ്ടിയിരുന്ന സക്കറിയായിക്ക് അത് അസ്വസ്ഥതയായിട്ട് മാറിയത്? കാരണം പ്രാർത്ഥിക്കുമ്പോഴും ധൂപാർപ്പണങ്ങൾ അർപ്പിക്കുമ്പോഴും ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴും ഒന്നും അവന് ഈ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, പള്ളിയിൽ പോകുന്നുണ്ട് എന്നത് ശരിയാണ്, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട് എന്നതും ശരിയാണ്. പക്ഷേ ഈ പറയുന്ന വിശ്വാസമൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ഈ പറയുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ട് അർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിൽ നിൻ്റെ ജീവിതത്തിൻ്റെ അത്താണി കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതില്ലെന്ന് വരികയിൽ തീർച്ചയായിട്ടും ഈ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ, പ്രതീക്ഷിക്കാത്ത ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പതർച്ചയുണ്ടാകും എന്നുള്ളതാണ്. ഒരു കേവലം ഗ്രാമീണ ബാലികയായിരുന്ന അല്ലെങ്കിൽ കന്യകയായിരുന്ന ഒരുവൾക്ക് എന്തുമാത്രം പതർച്ചയുണ്ടാകേണ്ടതാണ്. എന്നിട്ട് എന്തിയെ അവൾക്കത് ഉണ്ടാകാതെ പോയത്? കാരണം അവൾ ദൈവത്തിൽ കണ്ടെത്തിയവളാണ്. നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരിൽ. അതുകൊണ്ടാണല്ലോ നമുക്ക് യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി ഘോരഘോരം വാദിച്ച് ഒരു ജന്മം പാഴാക്കി കളയണത്. നമ്മൾ ചില ഗ്രൂപ്പിസം ഉണ്ടാക്കും. ഇടവകയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കുടുംബ യൂണിറ്റിൽ ഒക്കെ ചില ഗ്രൂപ്പിസങ്ങളുണ്ടാക്കും. ഇവനും ഞാനും ഇവളും ഒക്കെ ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ പറയുന്ന കാര്യം ഒക്കെ ശരിയാണ്. അയാൾ എന്തെങ്കിലും ഒരു പൊകൃത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും ന്യായീകരിച്ച് അതിൻ്റെ വിഷവും അതിൻ്റെ പിഴപ്പും അതിൻ്റെ വിസർജ്യവും പേറി ജീവിക്കേണ്ട ഗതികേട് ഈ ഗ്രൂപ്പിൻ്റെ ആൾക്കാർക്കുണ്ടാകാറുണ്ട്. അപ്പം ഈ ദൈവസന്നിധിയിൽ അത്താണി കണ്ടെത്താതെ, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താതെ, ദൈവസന്നിധിയിൽ സർവസ്വവും അർപ്പിക്കാതെ ജീവിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരിക. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്താനായിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടതുപോലെ സക്കറിയ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നുണ്ട്, ധൂപാർപ്പണം നടത്തുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരു അനുഗ്രഹം വന്നപ്പോൾ, വലിയൊരു അനുഗ്രഹം, അവന് സ്വപ്നം കാണാൻ പറ്റാത്ത അനുഗ്രഹം വന്നപ്പോൾ അവന് അത് വിശ്വസിക്കാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ? ചങ്കത്ത് കൈവച്ച് ചിന്തിക്കേണ്ടതാണ്, മനനം ചെയ്യേണ്ടതാണ്. എൻ്റെ ഈ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ, അതോ കാര്യം നേടാനുള്ള വിശ്വാസമാണോ, അതോ ദൈവത്തിനെല്ലാം അർപ്പിച്ച വിശ്വാസമാണോ എന്ന്. ഇപ്പോൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഉടയവരായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. തുടർന്ന് നമ്മൾ ഈ മാലാഖ കൊടുക്കുന്ന ഈ വാർത്തകളിൽ യേശു ആരാണ് എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്വഭാവവും യേശുവിൻ്റെ വ്യക്തിശ്രേഷ്ഠതയും 4 കാര്യങ്ങളിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുകയാണ്: നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? അല്ലെങ്കിൽ ഇതിലൂടെ ക്രിസ്തുവിൻ്റെ എന്ത് ഭാവത്തെയാണ് മാലാഖ പുറത്തു കൊണ്ടുവരിക? വളരെ വ്യക്തമാണ്. ഗർഭം ധരിച്ച് പ്രസവിക്കപ്പെടുന്ന കുഞ്ഞ്
ഒരു അമ്മ ഗർഭം ധരിച്ച്, ഒരു മനുഷ്യ സ്ത്രീ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ഒരു കുഞ്ഞ് തീർച്ചയായിട്ടും മനുഷ്യക്കുഞ്ഞാണ്. ദൈവമായിരിക്കുമ്പോഴും അവൻ മനുഷ്യനാണ് എന്ന് തെളിയിക്കുന്ന യേശുവിൻ്റെ മാനുഷിക ഭാവത്തെയാണ് മലാഖ ഇതിലൂടെ അവതരിപ്പിക്കുക. ഗർഭം ധരിച്ച് പ്രസവിക്കപ്പെടുന്ന ഒരുവൻ ആണ്, മനുഷ്യപുത്രനാണ്, അല്ലെങ്കിൽ മനുഷ്യനാണ്. സാക്ഷാൽ പരിപൂർണ മനുഷ്യനാണ് ക്രിസ്തു അല്ലെങ്കിൽ യേശു എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമതായിട്ട് 31 വാക്യത്തിൽ തന്നെ പറയുകയാണ്, നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. യേശു എന്ന് പേര് വിളിക്കണം. ഇത് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ ഇതേ കാര്യം തന്നെ യൗസേപ്പ് പിതാവിനോടും മലാഖ പറയുന്നുണ്ട്, യേശു എന്ന് പേരിടണമെന്ന്. എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥങ്ങൾ. ഒന്നാമതായിട്ട് പേരിടേണ്ടവർ മറിയവും ജോസഫുമാണ് എന്ന് ബൈബിള് പറയുമ്പോൾ മാതാപിതാക്കന്മാർക്ക് മക്കളുടെ മേലുള്ള അധികാരത്തെയല്ല ആധികാരികതയെ, രണ്ടും വാക്ക് തമ്മിൽ അന്തരമുണ്ട്. അധികാരം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണെങ്കിൽ ആധികാരികത എന്ന് പറയുന്നത് നയിക്കപ്പെടുന്ന പ്രക്രിയയുടെ പേരാണ്. അപ്പോൾ ഈ യേശുവിൻ്റെ മേൽ മറിയത്തിനും ജോസഫിനുമുള്ള ആധികാരികതയെ വ്യക്തമാക്കുന്നതാണ് അവന് പേര് കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. പേരിടുവാനായിട്ടുള്ള അവകാശം മാതാപിതാക്കന്മാർക്കാണ് എന്ന് പഴയ നിയമ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിലാണ് പേരിടാനായിട്ട് ജോസഫിനെയും മറിയത്തെയും ചുമതലപ്പെടുത്തുന്നത്. അതിൻ്റെ പേരിടാനുള്ള അവകാശം മാതാപിതാക്കന്മാർക്കാണ് എന്ന സൂചനയാണ് സക്കറിയ യോഹന്നാന് പേരിട്ട് കഴിഞ്ഞ സംഭവവും ആ പേരിടലിനോട് ബന്ധപ്പെട്ട് അവൻ്റെ നാവിൻ്റെ കെട്ടുകളഴിയുന്ന സംഭവമൊക്കെ നമ്മൾ വായിക്കുക. അതിൻ്റെ അർത്ഥം പേരിടാനുള്ള അവകാശം മാതാപിതാക്കന്മാർക്കാണ് എന്നുള്ളതാണ്. പേരിടാനുള്ള അവകാശം മാതാപിതാക്കന്മാർക്കാകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു വലിയ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ മാതാപിതാക്കന്മാർക്ക് മക്കളെക്കുറിച്ചുള്ള ഒരു നിലപാടുണ്ട്. ഈ നിലപാടാണ് പേരിടൽ. വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കേണ്ട കാര്യമാണിത്. ചില വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ നാട് നീളെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്തിനാ? ഏറ്റവും സ്റ്റൈലായിട്ടുള്ള പേരേതാ, ഏറ്റവും സ്റ്റൈലായിട്ടുള്ള പേരേതാ. അവസാനം സ്റ്റൈല് മന്നനായിട്ട് ഈ കൊച്ചു മാറും. അവൻ്റെ സ്റ്റൈലിൽ തിരിച്ച് ഉള്ള സ്റ്റൈല് ഈ മാതാപിതാക്കന്മാർക്ക് താങ്ങാൻ പറ്റില്ല. വേറെ ചിലരുണ്ട്, അപ്പൻ്റെ അമ്മയുടെയും ആദ്യത്തെയോ ഇടയ്ക്കലത്തെയോ അവസാനത്തെയോ ഒക്കെ ഉള്ള വാക്കുകൾ അക്ഷരങ്ങൾ എടുത്തിട്ട് കൂട്ടി വെച്ചിരിക്കും. ചിലത് ശുദ്ധ തെറിയൊക്കെ ആയിട്ട് വരാറുണ്ട്. കാരണം ഇവർക്കൊരു സംശയമാണ്, ഇത് രണ്ടും കൂടിയിട്ടാണോ ഇതുണ്ടായതെന്ന്. ആ സംശയത്തിൻ്റെ പേരിലാണ് ഇത് രണ്ടിൻ്റെ അക്ഷരമൊക്കെ എടുത്തിട്ട് മാന്തിപ്പൊളിച്ച് ഉണ്ടാക്കി വയ്ക്കുന്നത്. വേറെ ചിലർക്ക് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരിട്ട് കഴിഞ്ഞാൽ ഇതേതാണ്ട് ഫേമസ് ആവുമെന്നാണ്. ഫേമസ് ആവും, പക്ഷെ അത് ചീത്തപ്പേര് കൊണ്ടാണ്. ഫേമസ് ആവാൻ രണ്ട് തരത്തിലുണ്ടല്ലോ. ചീത്തപ്പേരിലൂടെ ഫേമസ് ആവാം, നല്ല പേരിലൂടെയും ഫേമസ് ആവാം. മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കന്മാരുടെ സ്വപ്നമാണ് അവരുടെ പേര്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഏറെ വേദനകൾ സഹിച്ച ഒരു പിതാവ്, അവൻ തൻ്റെ സഹോദരങ്ങളുടെ വേദനകൾ താങ്ങാൻ പറ്റാണ്ടായി അങ്ങനെ ദുരിതങ്ങൾ ജീവിച്ച മനുഷ്യൻ, അവന് കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിന് അവൻ പേരിട്ടു മനാസെ. നീ മറക്കണം, അപ്പന് ഒരുപാട് വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് മോനെ, പക്ഷെ നീയായിട്ട് ആ വിഷമത്തെ കൊണ്ട് നടക്കരുത്. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ദൈവവുമായിട്ട് ചേർത്ത് വെച്ച് സ്വപ്നം കാണാനായിട്ട് പറ്റണം. എൻ്റെ ജീവിത പങ്കാളിയുമൊത്തുള്ള സ്വപ്നമല്ല,
ഈ ലോകവുമായി ചേർത്ത് വെച്ചുള്ള സ്വപ്നമല്ല, എനിക്ക് ആരാധ്യ പുരുഷന്മാരായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള സ്വപ്നമല്ല, മറിച്ച് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളോട് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞിന് സ്വപ്നം കാണുമ്പോഴാണ് ആ കുഞ്ഞിന് ദൈവം ആഗ്രഹിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്ന പേര് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളിട്ട പേര് പറ്റാതാകുമ്പോൾ കുഞ്ഞ് പേര് മാറ്റും, അല്ലെങ്കിൽ നാട്ടുകാർ പേര് മാറ്റും. അങ്ങനെ പേരുമാറ്റങ്ങളുണ്ടാകും. നമുക്കറിയാം, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലത്ത് അധ്യാപകരുടെ പേര് നമുക്കറിയാം. പക്ഷെ അധ്യാപകരുടെ കയ്യിലിരിപ്പ് നമ്മളറിയുമ്പോൾ ഈ പേരത്ര പന്തിയല്ലെന്ന് തോന്നിയിട്ട് നമ്മൾ വേറെ പേരിടും. കാരണം പേര് സ്വഭാവവും പേരും ഒക്കെ ഒന്നായിട്ട് പോകണമല്ലോ. അപ്പം ഈ പേരിടൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ യൗസേപ്പിതാവും മാതാവും അവർക്കിഷ്ടമുള്ള പേരല്ല കുഞ്ഞിന് കൊടുത്തത്. പല വീടുകളിലും നമ്മുടെ നസ്രാണി പാരമ്പര്യം അനുസരിച്ച് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയൊക്കെ പേരിടുക എന്നൊരു പാരമ്പര്യമുണ്ട്. ഇന്ന് പല വീടുകളിലും കുടുംബകലഹം ആരംഭിക്കുന്ന, അമ്മായിമ്മ പോരും അമ്മാനപ്പം പോരും എന്നൊക്കെ പറയുമ്പോഴും അത് ചില കുടുംബങ്ങളിലെങ്കിലും, എല്ലാ കുടുംബങ്ങളിലും അല്ല, ചില കുടുംബങ്ങളിലെങ്കിലും ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അത് രൗദ്രഭാവത്തിലേക്ക് വരുന്നത് ഈ പേര് നിഷേധം വരുമ്പോഴേ. അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ പേര് കൊച്ചിന് ഇടാനായിട്ടുള്ള വൈമനസ്യം, അഥവാ ഇട്ടാൽ തന്നെ വിളിപ്പേരതല്ല എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴുള്ള ഒരു തള്ളലിൻ്റെ പൊള്ളൽ മാതാപിതാക്കന്മാർ അനുഭവിക്കുമ്പോൾ അപ്പം തുടങ്ങി അവർ ചൊറിയാൻ തുടങ്ങും. ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണിതൊക്കെ, പേരിടൽ. ഇനി എന്താണ് യേശു എന്ന പേരിൻ്റെ പ്രത്യേകത? യേശു എന്ന പേര് അവൻ എന്നൊക്കെയുള്ള പ്രയോഗത്തിലൂടെ ഏതാണ്ട് 983 പ്രാവശ്യം ബൈബിളിൽ പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും വരുന്നുണ്ട്. യേശു എന്ന ആ പ്രയോഗം 218 പ്രാവശ്യം പുതിയ നിയമത്തിൽ വരുന്നുണ്ട്. എന്താണ് യേശു എന്ന പദത്തിൻ്റെ പൊരുൾ? ഹിബ്രു പദം അനുസരിച്ച് യഹോശുവ എന്ന് പറയുന്ന ഹിബ്രു വാക്കിൽ നിന്നാണ് യേശു എന്ന പേര് ഉണ്ടാകുക. യഹോശുവ എന്ന് പറഞ്ഞാൽ യഹോവ രക്ഷിക്കുന്നു, രക്ഷകനാണ് എന്നും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ നമ്മൾ യഹോവ എന്നധികം പ്രയോഗിക്കാറില്ല, ദൈവം എന്നാണ് പ്രയോഗിക്കാറ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ദൈവം രക്ഷിക്കുന്നു എന്നാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം. യേശു എന്ന വാക്ക് പൗരസ്ത്യ സുറിയാനിയിൽ ഈശോ എന്നാണ്, ക്ഷമിക്കുക, പാശ്ചാത്യ സുറിയാനിയിൽ ഈശോ എന്നാണ്, പൗരസ്ത്യ സുറിയാനിയിൽ യേശു എന്നുമാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. യഹോശുവ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് ഇത് വരിക. ഈ പദത്തിൻ്റെ ഈശോയാണെങ്കിലും യേശു ആണെങ്കിലും യഹോശുവ ആണെങ്കിലും അർത്ഥമൊന്നു തന്നെയാണ്, ദൈവം രക്ഷിക്കുന്നു എന്ന. അതുകൊണ്ടാണ് യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും മനുഷ്യരക്ഷയ്ക്കില്ല എന്ന് പറയും. അപ്പോൾ ഈശോ എന്ന നാമത്തിലൂടെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വവും അവൻ്റെ ദൗത്യവുമാണ് വ്യക്തമാക്കുന്നത് എന്നർത്ഥം. വ്യക്തിത്വം വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? ഈ പേര് കൊടുത്തത് ദൈവമാണ്, ആ പേര് വിളിച്ചത് മറിയവും ജോസഫുമാണ്. അതിൻ്റെ അർത്ഥം ഇവൻ ദൈവമാണ്, ഒപ്പം ഇവൻ മനുഷ്യനാണ്. അതാണ് യേശുവിൻ്റെ വ്യക്തിത്വം. ഇനി എന്താണ് ആ വ്യക്തിത്വത്തിൻ്റെ ദൗത്യം എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക എന്നുള്ളത്.
ആ ദൗത്യം രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അർപ്പിച്ചുകൊണ്ട്, കുരിശിൽ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ രക്ഷയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് അവൻ്റെ ദൗത്യം. അപ്പോൾ യേശു എന്നൊരൊറ്റ വാക്കിൽ യേശുവിൻ്റെ വ്യക്തിത്വവും അവൻ്റെ ദൗത്യവും അടങ്ങിയിട്ടുണ്ട് എന്ന് അർത്ഥം. മൂന്നാമതായി മാലാഖ പറയുകയാണ്, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. വലിയവനാകും എന്നല്ല. നമ്മുടെ കൊച്ചുങ്ങളൊക്കെ നമ്മൾ വലിയവരാകും എന്നാണ് പറയുന്നത്. വലിയവരാകും എന്നല്ല നമ്മൾ പറയണത്. വലിയ ജോലി കിട്ടുന്നവരാകും, വലിയ സ്ഥാനം കിട്ടുന്നവരാകും. ബൈബിളിൻ്റെ ഭാഷയിൽ എന്താണ് വലിപ്പം? ബൈബിളിൻ്റെ ഭാഷയിൽ വലിപ്പം എന്ന് പറയുന്നത് അത്യുന്നതൻ്റെ പുത്രനായി തീരുക എന്നുള്ളതാണ്. അത്യുന്നതൻ്റെ പുത്രനായി തീരുക. അത് മാമോദീസയിലൂടെ ദൈവം നമ്മളെ ദത്തെടുക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളായി മാറിയവരാണ്. പക്ഷേ മക്കൾക്കനുസരിച്ചാണോ നമ്മുടെ ജീവിതം എന്നത് ആത്മശോധന ചെയ്യപ്പെടേണ്ടതാണ്. കുടുംബത്തിന് ചേർന്ന വിധത്തിലാണോ, അപ്പന് ചേർന്ന വിധത്തിലാണോ ജീവിക്കുന്നത്? നല്ല പച്ച തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തന്തയ്ക്ക് പറ്റിയ മക്കളാണോ എന്ന്. തന്ത എന്ന് വെച്ചാൽ ദൈവമാണ്. ദൈവം ദത്തെടുത്തവരാണ് നമ്മൾ. ചില വാക്കുകൾ ഇത്തിരി കടുപ്പത്തിൽ പറയുമ്പോഴേ ചങ്കിലും കയറുള്ളൂ, എങ്കിലും ഓർത്തിരിക്കുള്ളൂ. അതുകൊണ്ട് ഒത്തിരി നാടൻ ഭാഷ പറയും. ദൈവത്താൽ ദത്തെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി മാറിയവരാണ് നമ്മളെങ്കിൽ ആ ദൈവത്തിൻ്റെ മക്കൾക്കനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് പ്രഥമവും പ്രധാനവുമായ ആത്മശോധന വിഷയമായിട്ട് മാറേണ്ടത്. അപ്പോൾ വലിയവനാണോ നീ എന്നുള്ളത്, നിനക്ക് ജോലി കിട്ടിയോ, നീ ബാങ്കിൽ സമ്പാദ്യം ഉണ്ടാക്കിയോ, നീ പള്ളിയിൽ പ്രശ്നം ഉണ്ടാക്കിയോ, നീ കുടുംബയോഗത്തിൽ ആളായോ, നീ ഷൈൻ ചെയ്യണ്ടോ, നീ ഒച്ചപ്പാടും കുരിശുമൊക്കെ ഉണ്ടാക്കണ്ടോ, നീ ബഹളക്കാരനാണോ എന്നുള്ളതൊന്നുമല്ല. അണിഞ്ഞൊരുങ്ങി നടക്കുന്നുണ്ടോ എന്നുള്ളതുമല്ല. ഒരുപാട് സ്വർണ്ണമുണ്ടോ എന്നുള്ളതല്ല. വലിയ വണ്ടിയുണ്ടോ എന്നുള്ളതല്ല. ഇതൊന്നുമല്ല. വലിയവനാണോ എന്നുള്ളതിൻ്റെ മാനദണ്ഡം, നമ്മളെ പരിശോധന സാധ്യത ഒറ്റ കാര്യമുള്ളൂ: ദൈവത്തിൻ്റെ മകനായിട്ടാണോ നീ ജീവിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ബൈബിള് ശിഷ്യന്മാരോട് പറഞ്ഞത്, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരും ആകും. ഇവിടെയൊക്കെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ മുമ്പന്മാർ പലപ്പോഴും വലിയവരായിട്ടില്ല എന്നാണ് ക്രിസ്തു ഭാഷ്യം എന്നർത്ഥം. അപ്പോൾ ഈശോ വലിയവരാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള ആ സ്ഥാനത്തിന് യോജിച്ച വിധത്തിൽ, പരിപൂർണമായി യോജിച്ച വിധത്തിൽ ജീവിച്ചു എന്നുള്ളതാണ്. നാലാമതായിട്ട് ഈ മാലാഖ അനൗൺസ് ചെയ്യുന്നതിൽ യേശുവിൻ്റെ പ്രത്യേകത, ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. 33-ാമത്തെ വാക്യമാണ്. ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും എന്ന് വെച്ചാൽ, നമുക്കറിയാം പഴയ നിയമത്തിൽ ഏകവും ആദ്യവും ശക്തവുമായ രാജാവ് എന്ന് പറയുന്നത് ദാവീദാണ്. ഈ ദാവീദിൻ്റെ സിംഹാസനമാണ് അവന് കിട്ടുക എന്ന് വെച്ചാൽ, ദൈവം ഉണ്ടാക്കിയ രാജ്യത്വമാണ്, ആദ്യത്തെ രാജാവാണ്, പ്രധാനിയായ ശക്തനായ രാജാവാണ് എന്നൊക്കെയുള്ളതാണ്. ദൈവത്തിൻ്റെ ഹിതത്തിന് ചേർന്ന രാജാവാണ് എന്നുള്ളത്. രണ്ടാമതായിട്ട് പറയുന്നു, യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തുമെന്ന്. യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനത്തിലെ 12 ഗോത്രങ്ങളെയും ഉൾക്കൊള്ളുന്ന കുടുംബമാണ് ഈ യാക്കോബിൻ്റെ കുടുംബം എന്ന് പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളല്ല, നേരെ മറിച്ച് എല്ലാ ഗോത്രങ്ങളെയും, ഈ മാനവകുലത്തിലെ
എല്ലാ ഗോത്രങ്ങളെയും ഉൾക്കൊള്ളുവാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരുവനാണ് ക്രിസ്തു എന്നാണ് ആ പറയുന്നതിൻ്റെ പൊരുൾ. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് വച്ചാൽ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മതമർദ്ദനം അനുഭവിച്ച ക്രിസ്ത്യാനികൾ ക്രിസ്തു മതത്തിൻ്റെ ആരംഭത്തിൽ ഏറ്റവും കൂടുതൽ മതമർദ്ദനം നടത്തപ്പെട്ട സ്ഥലമാണ് ഇറ്റലി അല്ലെങ്കിൽ റോം. അവിടെ നമുക്കറിയാം ഈ വലിയ റൗണ്ട് കെട്ടിടങ്ങൾ പണിതിട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ സിംഹങ്ങളെയൊക്കെ ഇട്ട് ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നൊടുക്കിയ സ്ഥലങ്ങൾ ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകൾ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു വിധത്തിൽ കായികമായി ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിച്ചുവോ ആ സ്ഥലത്ത് ഒരു പേന കത്തിക്ക് പോലും ആയുധമെടുക്കാതെ കത്തോലിക്ക സഭയുടെ ആസ്ഥാനം റോമായി മാറി എന്നുള്ളത് ചരിത്രത്തിൻ്റെ വലിയ ഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനൊക്കെ ഏറെ ക്രിസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഉണ്ടായ മതങ്ങൾ അല്ലെങ്കിൽ മതം അത് ആയുധങ്ങൾ കൊണ്ട് ഈ ലോകത്തെ കീഴടക്കാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ വരുന്ന ക്രിസ്തുമസിന് വലിയ ആയുധ ആക്രമണം ഉണ്ടാകും എന്ന സൂചനകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറെ സൂക്ഷ്മതയോടെ പഠിക്കേണ്ടതാണ്. ആയുധം കൊണ്ട് കീഴടക്കിയ രാജ്യമല്ല ക്രിസ്തുവിൻ്റെ രാജ്യം. ഒരായുധവും എടുത്തിട്ടല്ല ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ ഈ ലോകത്തിൽ പ്രചരിച്ചതും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും ആരാധ്യ പുരുഷനായി കാണുന്നതും ഒരായുധവും എടുത്തിട്ടല്ല. ആയുധങ്ങൾ എടുത്തവിടത്തൊക്കെ ഉന്മൂലനം ചെയ്യാൻ ശ്രദ്ധിച്ച ഇടങ്ങളിലൊക്കെയും ഭരണത്തിൻ്റെ മേൽത്തട്ടിലേക്ക് എത്തിയ മനസ്സുകളെ ഭരിക്കുന്ന, വ്യക്തികളെ ഭരിക്കുന്ന, രാജ്യത്തെ ഭരിക്കുന്നതല്ല, ഭരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്, ഒരവസ്ഥകളിലേക്ക് എത്താൻ പറ്റിയ അവസാനമില്ലാത്ത ഭരണത്തിൻ്റെ വ്യവസ്ഥയാണ് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വ്യവസ്ഥ. അതുകൊണ്ടാണ് മാലാഖ പറഞ്ഞു വെച്ചത് അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. തീർച്ചയായിട്ടും ഈ ഒരു രാജ്യത്തിൻ്റെ മക്കളായി ജീവിക്കാൻ ദൈവ മകൻ അല്ലെങ്കിൽ മകൾ എന്ന നിലയിൽ മാമോദിസ സ്വീകരിച്ച നമ്മൾ ആ പദവിക്കനുസരിച്ച് ജീവിക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജനനത്തിനൊരുങ്ങുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ അതേ സ്റ്റാൻഡ് തന്നെയാണ്, അതേ സ്ഥാനം തന്നെയാണ് നമുക്കുമുള്ളത്. നമ്മളും ദൈവത്തിൻ്റെ പുത്രരാണ്, ആകേണ്ടവരാണ്. അതിനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.